ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സാരംഗ്. പുതിയൊരു വീഡിയോയിലേക്കും ബേസിക് ആയിട്ടുള്ള മറ്റൊരു പുതിയ കൺസെപ്റ്റിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇത് ബാംഗ്ലൂർ ടു കൊച്ചി റിട്ടേൺ ട്രിപ്പ് സെക്കൻഡ് പോർഷനാണ്. ഏകദേശം സേലത്തേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു സിറ്റി റൈഡാണ്. സിറ്റി ആയതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ക്രൂയിസിങ് പറ്റിയിട്ടില്ല, ബട്ട് കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഗ്രേറ്റ് കർവ് എന്ന് വിളിക്കുന്ന ചെന്നൈയിലേക്ക് പോകാതെ കോയമ്പത്തൂരിലേക്ക് തിരിയുന്ന ഒരു കർവി റോഡുണ്ടല്ലോ, ആ ഒരു റൂട്ടാണ് ഇന്ന് കാണുന്നത്. അത്യാവശ്യം കിടത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്, ബട്ട് വീഡിയോയിൽ അത് എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ വണ്ടി ഇപ്പോഴും നല്ല കിഡിലോസ്കിയാണ് കേട്ടോ, അത് പറയാതെ വയ്യ. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ചോദിച്ചു ഹീറ്റിംഗ് ഉണ്ടായോ എന്ന് എൻജിനിലെ. അത് ചോദിച്ചപ്പോഴാണ് ഞാനും ഓർക്കണേ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എൻജിനിൽ നിന്ന്. സത്യം പറഞ്ഞാൽ പോയപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇനി ഈ വരവിൽ വേണം അതൊന്ന് ശ്രദ്ധിക്കാൻ. ഇതുവരെ എന്തായാലും ഹീറ്റിംഗ് അറിഞ്ഞിട്ടില്ല. അതുകൂടാതെ ഫുൾ ട്രാവൽ കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തിയപ്പോൾ മൈലേജ് മീറ്ററിൽ കണ്ടത് 42 km/L. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ല മൈലേജും ബൈക്ക് തരുന്നുണ്ട്. പിന്നെ സൗണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, വണ്ടിയിൽ ആദ്യം തന്നെ ഞാൻ എൻജോയ് ചെയ്യണത് ഈ ഒരു സൗണ്ടാണ്. ഹെൽമെറ്റ് വെക്കണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോവുക. എന്താ വണ്ടിയുടെ ആ ഒരു തമ്പ്. ഐ ലവ് ദിസ് ബൈക്ക്. ബൈക്കിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ എന്തായാലും സെക്കൻഡ് സർവീസ് കൂടെ കഴിഞ്ഞിട്ട് പറയാം. ബട്ട് വണ്ടി നോക്കി വെച്ചോ, തീ വണ്ടിയാണ്. തീവണ്ടിയല്ല കേട്ടോ, വണ്ടി തീയാണ്. നൈസ് വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ടൈപ്സ് ഓഫ് മോഷനാണ്. ടൈപ്സ് ഓഫ് മോഷനുമല്ല, മോഷൻ ആണ്. മോഷൻ നമ്മൾ പല ടൈപ്പായി തരം തിരിച്ചിട്ടുണ്ട്. അതിന് കാരണം അത് കവർ ചെയ്യുന്ന പാത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിനെടുക്കുന്ന സമയത്തിനെ ബേസ് ചെയ്തിട്ടുമാണ്. അതായത് മോഷൻ നടന്നു എന്ന് പറയണമെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് സ്ഥാനമാറ്റം സമയത്തിനനുസരിച്ച് ഉണ്ടാകണം. സോ സ്ഥാനമാറ്റം മീൻസ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻ്റ് ആകുന്നു. അതുകൊണ്ടാണ് കവർ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ബേസിക്കായി നമ്മൾ പഠിക്കുന്ന ഒരു മോഷനാണ് ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ. ബട്ട് ആക്ച്വലി ഇത് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ലേഷണൽ മോഷൻ? അതുവഴിയേ പറയാം. ട്രാൻസ്ലേഷൻ മോഷൻ ആക്ച്വലി രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് റെക്റ്റിലീനിയർ മോഷനും മറ്റത് കർവി ലീനിയർ മോഷനും. അപ്പോൾ നമുക്ക് ആദ്യം റെക്റ്റിലീനിയർ മോഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു റിജിഡ് ആയിട്ടുള്ളൊരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സങ്കല്പിക്കുക. ആ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് വൈസ് 2 പോയിൻറ്റ്സും ഇമാജിൻ ചെയ്താൽ ആ 2 പോയിൻറ്റ്സും സെയിം ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വിളിക്കാം. അതായത് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ 2 ഡിഫറെൻറ്റ് പോയിൻറ്റ് അത് ഒരൊറ്റ ലൈനിലാണെന്ന് സങ്കല്പിക്കുക. ആ 2 പോയിൻറ്റും ഒരു ജേണിയിൽ സെയിം ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വിളിക്കാം. എക്സാമ്പിളായി പറഞ്ഞാൽ, ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും എടുത്താൽ ഈ ഒരു യാത്രയിൽ ഈ 2 പോയിൻറ്റും സെയിം ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്. അതിനാൽ ഈ ബൈക്കിനെ ഒരു ട്രാൻസ്ലേഷണൽ മോഷനിൽ ആണെന്ന് പറയാൻ കഴിയും. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ പാത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ റെക്റ്റിലീനിയർ മോഷൻ എന്നും, പാത്ത് ഒരു കർവ് ആണെങ്കിൽ അതിനെ കർവിലീനിയർ മോഷനും എന്ന് വിളിക്കുന്നു. സോ ഇതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ. അടുത്തത് നമുക്ക് റൊട്ടേഷണൽ ആൻഡ് സർക്കുലർ മോഷൻ നോക്കാം. ഇപ്പോൾ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബോഡിയുടെ പാത്ത് ഒരു സർക്കിളാണെങ്കിൽ അതിനെ നമുക്ക് സർക്കുലർ മോഷൻ എന്ന് പറയാം. ബട്ട് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ അത് റൊട്ടേഷണൽ മോഷനുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. നമുക്കത് എക്സാമ്പിൾ അടക്കം പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഇമാജിൻ ഒരു സർക്കിളായിട്ടുള്ളൊരു വഴി, വേണേൽ തൃശ്ശൂർ റൗണ്ട് തന്നെ സങ്കല്പിച്ചു. സോ അതൊരു സർക്കുലർ പാത്താണ്. ഈ സർക്കുലർ പാത്തിൽ കൂടെ ഒരു കാർ ഓടുകയാണെങ്കിൽ അത് നമുക്ക് സർക്കുലർ മോഷനായി പറയാൻ കഴിയും. അതായത് പാത്ത് സർക്കുലർ ആയിട്ടുള്ള ഒരു മോഷനാണ് സർക്കുലർ മോഷൻ. ഇനി മറ്റൊരു ലക്ഷറി കാർ ഇമാജിൻ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് ഇവൻ്റാണ് നടക്കുന്നതെന്ന് കരുതുക. ഈ കാർ എന്തായാലും കറങ്ങുന്നൊരു സർഫസിൽ വെച്ചായിരിക്കും റിവീൽ ചെയ്യുന്നത്.
സോ ഈ കാർ എബൌട്ട് ആൻ ആക്സിസ് കറങ്ങുകയാണ്. ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മോഷൻ ആയിരിക്കും റൊട്ടേഷണൽ മോഷൻ. ഇനി മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എർത്തിൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ റൊട്ടേഷണൽ എബൌട്ട് ആൻ ആക്സിസ് ഉള്ളതുകൊണ്ട്. അതായത് 24 മണിക്കൂറിൽ നമ്മുടെ എർത്ത് അതിൻ്റെ ആക്സിസിന് ചുറ്റും ഒരു തവണ കറങ്ങി വരും. എന്നാൽ സീസൺസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എർത്ത് സണ്ണിന് ചുറ്റും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട്. സോ ഈ എക്സാമ്പിൾസിൽ നിന്ന് റൊട്ടേഷണൽ മോഷനും സർക്കുലർ മോഷനും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വൈബ്രേഷനാണ്. ഇത് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറി തന്നെയാണ്. ഞാൻ പഠിച്ചതും എനിക്ക് മനസ്സിലായതും വെച്ച് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു ബോഡി ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് ഒരു മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ ഒരു മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എക്സാമ്പിളായി എല്ലാവരും എടുക്കുന്നത് ഒരു ഊഞ്ഞാലോ അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലമോ ആയിരിക്കും. അവിടെയാണ് ക്ലാരിറ്റി കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം എടുത്താൽ അതിൻ്റെ ബോബ് ഓസിലേഷനിൽ ആണെന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ABC എന്ന 3 പോയിൻ്റ് എടുക്കുക. അതിൽ B ആണ് റെസ്റ്റിംഗ് പോയിൻ്റ്. അതായത് നമ്മൾ കൈവിട്ടാൽ അത് എവിടെയാണോ വന്ന് അവസാനം നിൽക്കുന്നത് അതതിൻ്റെ റെസ്റ്റിംഗ് പോയിൻ്റ്. ഈ ഒരു റെസ്റ്റിംഗ് പോയിൻറ്റിനെ നമുക്ക് മീൻ പൊസിഷൻ എന്നും AC എന്നീ 2 പോയിൻ്റ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനുമായും എടുക്കാം. അതായത് അതിനെ നമ്മൾ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൈവിട്ടാൽ അത് ഈ പറഞ്ഞ റെസ്റ്റിംഗ് പൊസിഷൻ വഴി അപ്പുറത്തെ എൻഡിലേക്ക് മൂവ് ചെയ്ത് തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വരും. സോ ആ ഒരു മോഷൻ നമുക്ക് ABC എന്ന് വിളിക്കാം. അതായത് എയിൽ നിന്ന് B എന്ന മെയിൻ പൊസിഷൻ വഴി സിയിലേക്ക് പോയി തിരിച്ച് B വഴി എയിലെത്തുന്ന ആ ഒരു മോഷൻ, അതാണ് ഓസിലേഷൻ. സോ ABCBA എന്ന ആ ഒരു മോഷനാണ് ഓസിലേഷൻ. ഊഞ്ഞാലിലും ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഒരു റെസ്റ്റിംഗ് പൊസിഷനിലും 2 എക്സ്ട്രീം പൊസിഷനും അതിനുണ്ടാകും. ഊഞ്ഞാലിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഓസിലേഷൻ മോഷനാണ്, അല്ലെങ്കിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്യുകയാണ്. ഇനി വൈബ്രേഷനിലേക്ക് വന്നാലോ? ഒരു ബോഡി കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഫിക്സ്ഡ് ആയിക്കൊണ്ട് ബാക്കി പോയിൻറ്റ്സിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനാണ് വൈബ്രേഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലം ആസ് എ കംപ്ലീറ്റ് ബോഡി അത് വൈബ്രേറ്റ് ആണ് ചെയ്യുന്നത്. ആ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വേണം. ഒരു ഡിസ്കഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ എന്നാണ് നമ്മൾ യൂഷ്വലി സ്കൂളുകളിലും ലാബുകളിലുമൊക്കെ പറയാറ്. ബട്ട് അതിലെ ബോബിനെ മാത്രമാണ് നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുന്നത്. സോ ടൈം പീരീഡൊക്കെ കണ്ടുപിടിക്കാൻ ഓസിലേഷൻ്റെ എണ്ണമാണ് നമ്മൾ എടുക്കാറ്. അത് ആക്ച്വലി പെൻഡുലത്തിൻ്റെ അല്ല, ബോബിൻ്റെയാണ്. സോ ആസ് എ പെൻഡുലം അത് കംപ്ലീറ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ബോബ് ഓസിലേറ്റും ചെയ്യുന്നു. പിന്നെയുള്ളൊരു റോങ് ഇൻ്റർപ്രിട്ടേഷനാണ് അതിൻ്റെ വൈബ്രേഷനോ അല്ലെങ്കിൽ ഓസിലേഷനോ ഉള്ള സ്പീഡ്. അതായത് സ്ലോ ആയിട്ടുള്ള മോഷൻ ഓസിലേഷനും സ്പീഡ് കൂടിയ മൂവ്മെൻറ്റ് വൈബ്രേഷനായിട്ടും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഊഞ്ഞാലാടുന്നത് പതയെയാണ്. സോ അത് ഓസിലേഷനും ഒരു റബ്ബർ ബാൻഡിൻ്റെ 2 എൻഡ് ഫിക്സ് ചെയ്തുകൊണ്ട് ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്താൽ സംഭവിക്കുന്നത് വൈബ്രേഷനും ആണെന്നുമുള്ളൊരു റോങ് ഐഡിയ എല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി ഇത് രണ്ടും വൈബ്രേഷൻ തന്നെയാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ക്ലിയർ ആക്കുന്നത്. ഓസിലേഷനിലും വൈബ്രേഷനിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതിൻ്റെ ഫ്രീക്വൻസി. രണ്ടിനും ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 1 മുതൽ എത്ര വേണമെങ്കിലും മാറി മാറി വരാം. അതായത് ഒരു സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്തു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്തു എന്നതിൻ്റെ കണക്കാണ് ഫ്രീക്വൻസി. അതുകൊണ്ട് തന്നെ ഒരു ബോഡിക്ക് 1 മുതൽ 100 വരെയോ 1000 വരെയോ 10000 വരെയോ വേണമെങ്കിൽ ഓസിലേറ്റോ വൈബ്രേറ്റോ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്പീഡിനുള്ള കാറ്റഗറൈസേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു തവണ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്ലോ ആയിരിക്കും. അത് 10 തവണ മൂവ് ചെയ്യുന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പിന്നെ സ്പീഡ് കൂടുതലായിരിക്കും. അത് 100, 1000, 10000 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടുതലാണെന്ന്, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടുതലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ സ്പീഡ് അനുസരിച്ച് നമുക്കൊരിക്കലും ഓസിലേഷനെയും വൈബ്രേഷനെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ക്ലാരിറ്റി വരുത്താൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മളെയൊക്കെ എസ്പെഷ്യലി 90s കിഡ്സിനെയും ഒരു പരിധിവരെ 2K കിഡ്സിനെയും ഒക്കെ തല്ലാൻ ഉപയോഗിക്കുന്ന ചൂരൽ വടി ഉണ്ടല്ലോ,
അതിൻ്റെ ഒരു എൻഡിൽ പിടിച്ച് മറ്റേ എൻഡിൽ ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിച്ചാൽ അതൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് കരുതി അതിനെ നമ്മൾ വൈബ്രേഷനും സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ ഓസിലേഷനും എന്ന് വിളിക്കാൻ കഴിയുകയില്ല. എന്താണ് വ്യത്യാസം? ചൂരലിൻ്റെ കേസിൽ സ്പീഡ് കൂടുകയും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ സ്പീഡ് കുറവുമായിരിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും അതിനെ ഓസിലേഷനെന്നോ വൈബ്രേഷനെന്നോ രണ്ടായി വിളിച്ച് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ആലോചിക്കേണ്ടത്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ തന്നെയാണ് ഒരു ചൂരലിൻ്റെ ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിന് സ്പീഡ് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ആസ് എ ഹോൾ ചൂരലും സിമ്പിൾ പെൻഡുലവും വൈബ്രേഷനാണ് ചെയ്യുന്നത്. ചൂരലിലെ ഒരു പോയിൻറ്റും നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബും ഓസിലേറ്റാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി വന്നു എന്ന് കരുതുന്നു. പിന്നെ കൂടെ പറയാനുള്ളത്, ഓസിലേഷനും വൈബ്രേഷനും അത് കവർ ചെയ്യുന്ന പാത്തിനെയാണ് ഡിപ്പെൻഡ് ആക്കിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള മോഷൻ. മലയാളത്തിൽ ഓസിലേഷന് ദോലനമെന്നും വൈബ്രേഷന് കമ്പനമെന്നും പറയും. ഇത് മനുഷ്യൻ ചെയ്താൽ ഉലാത്തുക എന്നും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടപ്പേ. അപ്പോൾ അടുത്ത പെയർ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് മോഷനാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇത് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണെന്ന്. പീരിയഡ് ഈസ് റിലേറ്റഡ് ടു ടൈം. സോ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ മോഷനുകളെല്ലാം അത് കവർ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തും, പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് ഇരിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ആകുന്ന മോഷൻസിനെ നമുക്ക് പീരിയോഡിക് മോഷൻസ് എന്ന് പറയാം. എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ ഓസിലേഷനും വൈബ്രേഷനും ഒക്കെ പീരിയോഡിക് ആണ്. സർക്കുലാർ മോഷൻ വേണമെങ്കിൽ പീരിയോഡിക് വരാം. ഒരു ബോഡി സർക്കുലാർ പാത്തിൽ ഒരു ഫിക്സഡ് ടൈമിൽ റിപ്പീറ്റ് ചെയ്താൽ മതിയല്ലോ. എർത്ത് അറൗണ്ട് ദ സൺ പീരിയോഡിക് ആൻഡ് സർക്കുലാർ മോഷനാണ്. ആ ഒരു എക്സാമ്പിൾ രണ്ടിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നോൺ പീരിയോഡിക് എന്തായിരിക്കും? ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ആകാത്തത്. എനി ഇറഗുലർ മോഷൻ ക്യാൻ ബി നോൺ പീരിയോഡിക്. റെക്ടിലിനിയർ മോഷൻ വേണമെങ്കിൽ പറയാം, കാരണം അത് റിപ്പീറ്റ് ആകുന്നില്ലല്ലോ. ഓർ ഫാൻ ഓൺ ആയി വരുമ്പോൾ ഉള്ള അതിൻ്റെ മോഷൻ, അതായത് 0-ൽ നിന്ന് സ്പീഡ് കൂടി വരുന്ന സിറ്റുവേഷനാണത്. സെയിം ഇൻ്റർവെൽ ഓഫ് ടൈമിലല്ല അത് കറങ്ങുന്നത്, കാരണം അതിന് സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇനി ഈ ഫാനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഫാൻ ആസ് ആൻ എൻറ്റയർ ബോഡി ഈസ് റൊട്ടേറ്റിംഗ്. കാരണം അതിന് സെൻറ്റർ ആക്സിസ് ഉണ്ട്. എബൌട്ട് ആൻ ആക്സിസ് ആണ് റൊട്ടേഷൻ ആകുന്നത്. സോ അത് റൊട്ടേഷണൽ മോഷനാണ്. എന്നാൽ ഫാനിൻ്റെ ഒരു ലീഫ്, അതിലെ ഒരു പോയിൻ്റ്, അത് സർക്കുലർ പാത്താണ് ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ അതിലൊരു പേന വെച്ച് കൊടുത്ത് സ്വിച്ച് ഓൺ ആക്കിയാൽ കിട്ടുന്ന ആ ഒരു ഷേപ്പ് എന്തായിരിക്കും? സർക്കുലർ ഷേപ്പായിരിക്കും. സോ അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഒരൊറ്റ ഒബ്ജക്റ്റിൽ നമുക്ക് റൊട്ടേഷണൽ മോഷനും സർക്കുലർ മോഷനും കാണാൻ കഴിയും. ആസ് എ ഹോൾ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ലീഫിലെ ഒരു പോയിൻ്റ് സർക്കുലർ പാത്ത് കവർ ചെയ്യുന്നു. അടുത്ത വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഫ്രീക്വൻസി, ടൈം പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ എക്സ്ട്രാ 2-3 ടേംസ് കൂടെ പറയാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ് തുടങ്ങിയ കുറച്ച് ടേംസുകൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഹെൽപ്ഫുള്ളുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ ക്വാളിറ്റി കണ്ടൻറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമൻറ്റായും പോസ്റ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.